എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 നോബൽ പ്രൈസ് ലോറേറ്റിനെയും അതുപോലെ തന്നെ അവരുടെ ഡിസ്കവറീസ് എന്തൊക്കെയാണ്, അതിൻ്റെ റിലവൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നോബൽ പ്രൈസിൻ്റെ ബിഗിനിങ്, അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെയുള്ള ബേസിക് ഫാക്ട്സും നമ്മളിന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് ഫിസിയോളജി ഓർ മെഡിസിൻ കാറ്റഗറിയിലാണ്. അതിൻ്റെ നോബൽ ലോറേറ്റ്സ് മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാഗുച്ചി. ഇവർ 3 പേരുമാണ്. മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാഗുച്ചി. അപ്പം ഇവരുടെ സ്റ്റഡി ബേസിക്കലി എന്താന്ന് വെച്ചാൽ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്ക് മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്ക് 2025 ഫിസിയോളജി മെഡിസിൻ നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ അവരുടെ കണ്ടെത്തലുകൾ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചിട്ടുള്ളത്. ഇനി അവർ ബേസിക്കലി ഗവേഷണം നടത്തിയത് റെഗുലേറ്ററി ടി സെല്ലുകളെ സംബന്ധിച്ചായിരുന്നു. അപ്പോൾ റെഗുലേറ്ററി ടി സെല്ലുകളെ കുറിച്ചുള്ള അവരുടെ ഗവേഷണം രോഗപ്രതിരോധ സംവിധാനം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ എങ്ങനെ തടയുന്നു എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് പോലുള്ള അവസ്ഥകളെ ചികിത്സിക്കുന്നതിനുള്ള പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുന്നു. അപ്പോൾ റെഗുലേറ്ററി ടി സെൽസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സെല്ലാണ്. അത് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെയും അതുപോലെ പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെയും ഒക്കെ വേണ്ടിയിട്ട് റെഗുലേഷൻസ് നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് റെഗുലേറ്ററി ടി സെൽസ് ചെയ്യുന്നത്. റെഗുലേറ്ററി ടി സെൽസ് അല്ലാതെ മറ്റ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടി സെൽസ് ആണ് കില്ലർ ടി സെൽസും ഹീലർ ടി സെൽസും. അപ്പം അതിവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ റെഗുലേറ്ററി ടി സെൽസ് ആണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ എങ്ങനെ തടയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിനെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. അതായത് നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള അവയവങ്ങളെയും കോശങ്ങളെയൊക്കെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ചെറിയ തെറ്റിദ്ധാരണ മൂലം ആക്രമിക്കുന്നു. അപ്പം നമുക്ക് രോഗം വരുന്നുണ്ട്. ആ രോഗങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. അപ്പം ആ രോഗങ്ങളെ തടയാൻ എങ്ങനെയാണ് റെഗുലേറ്ററി ടി സെൽസ് ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് ഇവരുടെ പഠനം. അപ്പം ഇതിൻ്റെ ഫർദർ കണ്ടെത്തലുകൾ നമുക്ക് ഇനി ക്യാൻസർ അതുപോലെയുള്ള മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൻ്റെ അവസ്ഥകളെയൊക്കെ ചികിത്സിക്കാൻ ഹെൽപ്ഫുൾ ആവും. അപ്പം അതാണ് എന്താ പറയുക, ഈ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള ഇവരുടെ പഠനത്തിൽ നിന്നുള്ള നമുക്കൊരു പുതിയൊരു ഹോപ്പ് എന്ന് പറയാനുള്ളത്. അപ്പം ഇതിലെ പുതിയ കണ്ടെത്തലുകൾ ഇനിയും നമ്മുടെ ഇത്തരം രോഗങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള പുതിയ വഴികൾ നമുക്ക് തുറന്നു തരും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. awarded for their discoveries concerning peripheral immune ടോളറൻസിനെ പറ്റിയിട്ട്. ആൻഡ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് their work helps explain how the immune system is regulated so it doesn't attack the body's own tissues, important for understanding treatments for cancer, autoimmune diseases, etc. ഫിസിക്സിലെ ലോറേറ്റ്സ് എന്ന് പറയുന്നത് ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡിവോറേറ്റ്, ജോൺ എം മാർട്ടിനിസ്. അപ്പോൾ ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡിവോറേറ്റ്, ജോൺ എം മാർട്ടിനിസിനാണ് ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അവരുടെ അവാർഡ് എന്ന് പറയുന്നത് ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. Significance: their experiments on a chip revealed quantum physics in action, demonstrating that quantum phenomena can be observed in systems large enough to handle. അപ്പം അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ഊർജ ക്വാണ്ടൈസേഷനും കണ്ടെത്തിയതിന് ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവറേറ്റ്, ജോൺ എം മാർട്ടിനിസ് എന്നിവർക്ക് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ആറ്റങ്ങളെയും സൂക്ഷ്മകണികകളെയും നിയന്ത്രിക്കുന്ന ഭൗതിക ശാസ്ത്ര തത്വമായ ക്വാണ്ടം മെക്കാനിക്സ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനുള്ളിൽ വലുതും ദൃശ്യവുമായ തോതിലും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇവർ തെളിയിച്ചത്. ഒരു സാധാരണ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പോലും ഊർജ ക്വാണ്ടൈസേഷൻ എന്ന സ്വഭാവം ഉണ്ടെന്നും മൈക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ്, അതായത് വലിയ തോതിലുള്ള വൈദ്യുത പ്രവാഹത്തിന് പോലും ഭൗതിക തടസ്സങ്ങൾ തുളച്ചു കടക്കാൻ കഴിയും എന്ന തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കാമെന്നും അവർ തെളിയിച്ചു. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ആറ്റങ്ങളും അതുപോലെയുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രിൻസിപ്പിളാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ അവർ പറയുന്ന ഒരു
ഒരു ഫിനോമിന, ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിനോമിനയാണ് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിക്കിൾ മൂവ്മെന്റിന്റെ പാത്വേയിൽ ഒരു ബാരിയർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബാരിയറിനെ തുളച്ച് പുറത്തു പോകാൻ ഇതിന്റെ മൂവ്മെന്റിന് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിന നോർമൽ സർക്യൂട്ടിലും സാധാരണ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലും ഇത് സംഭവിക്കാം എന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിന്റെയും ക്വാണ്ടം ഫിസിക്സിന്റെയും ഡിഫറൻസ്, അവർ തമ്മിലുള്ളൊരു അന്തരം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കെമിസ്ട്രിയിലെ ലോറേറ്റ്സ് എന്ന് പറയുന്നത് സുസുമു കിതഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമരം യാഗി ആണ്. അപ്പം ഇവർക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ്. MOFകൾ എന്ന് പറയും, MOFs. അപ്പോൾ MOFസിന്റെ കണ്ടുപിടുത്തത്തിനാണ്. MOFs എന്ന് പറയുന്നത് ബേസിക്കലി മെറ്റൽ ക്ലസ്റ്റേഴ്സ് അടങ്ങിയിട്ടുള്ള പോളിമേഴ്സ് ആണ് MOFകൾ എന്ന് പറയുന്നത്. അപ്പം അത് ആ പോളിമേഴ്സ് വെച്ച് 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലുമായിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ആ സ്ട്രക്ചേഴ്സിന് ഒരുപാട് ഉപയോഗങ്ങളും ഉണ്ട്. നമുക്ക് വായിക്കാം. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ് MOFs വികസിപ്പിച്ചതിന് സുസുമു കിതഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമരം യാഗി എന്നിവർക്ക് 2025 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. വാതക സംഭരണം, കറ്റാലിസിസ്, പരിസ്ഥിതി ശുചീകരണം എന്നിവയിൽ ഉപയോഗിക്കാവുന്ന ഉയർന്ന സുഷിരങ്ങളുള്ള വസ്തുക്കളാണ്. അപ്പോൾ ഈ ഉയർന്ന സുഷിരങ്ങളുള്ളതിനെയാണ് അവർ പോറസ് എന്ന് പറയുന്നത്. അപ്പം ഉയർന്ന സുഷിരങ്ങളുള്ള വസ്തുക്കളാണ് MOFs. മെറ്റീരിയൽ സയൻസിൽ ഗണ്യമായ പുരോഗതി ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതാണ് MOFന്റെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയത്. അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാം. These molecular architectures with internal pores allow flow of gases and chemicals useful for harvesting water, capturing CO2, storing toxic gases, catalysis, etc. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ്. യൂസ്ഫുൾ ഫോർ ഹാർവെസ്റ്റിംഗ് വാട്ടർ, ക്യാപ്ചറിങ് CO2, സ്റ്റോറിങ് ടോക്സിക് ഗ്യാസസ്, കറ്റാലിസിക്സ് എക്സെട്ര. ലിറ്ററേച്ചറിൽ നമുക്ക് ഇത്തവണത്തെ നോബൽ കിട്ടിയിരിക്കുന്നത് ലെസ്ലോ ക്രസ്നഹോർക്കെ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ലെസ്ലോ ക്രസ്നഹോർക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ കൃതിക്കല്ല കിട്ടിയിരിക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഹി awarded for his compelling and visionary oeuvre that in the midst of apocalyptic terror reaffirms the power of art. അതായത് അദ്ദേഹത്തിൻ്റെ വിഷണറി ആയിട്ടുള്ള ഓവർ പറഞ്ഞാൽ ആർട്ട് വർക്ക്സ് എന്നാണ് അർത്ഥം. അതായത് അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് എല്ലാം കൂടിയിട്ടാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അപ്പോക്കാലിപ്റ്റിക് ടെറർ, ഇത്രയും ഒരു കലുഷിതമായ ഭീകരാവസ്ഥയുടെ നടുവിലും റിയഫേംസ് ദ പവർ ഓഫ് ആർട്ട്, കലയുടെ ശക്തി റിയഫേം ചെയ്തതിന്, അത് ഉയർത്തിപ്പിടിച്ചതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഹി കണ്ടിന്യൂസ് ദ സെൻട്രൽ യൂറോപ്യൻ ലിറ്റററി ട്രഡീഷൻ കമ്പൈനിങ് എബ്സർഡിസം, ഗ്രോട്ടസ്ക്യൂ എക്സസ് ആൻഡ് കോണ്ടംപ്ലേറ്റീവ് ടോൺ. അപ്പം സെൻട്രൽ യൂറോപ്യൻ ലിറ്റററി ട്രഡീഷൻ്റെ ഒരു പിൻഗാമിയാണ് അദ്ദേഹവും. അപ്പം ആ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് അബ്സർഡിസം, ഗ്രോട്ടസ്ക്യൂ എക്സസ് ആൻഡ് കോണ്ടംപ്ലേറ്റീവ് ടോൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിയലിസ്റ്റിക് അല്ല. അബ്സർഡിസം എന്ന് പറഞ്ഞാൽ അത്രയും റിയലിസ്റ്റിക് അല്ല. ഇപ്പം ബുദ്ധിശൂന്യം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, പക്ഷെ റിയാലിറ്റിയോട് അത്രയും ക്ലോസ് അല്ലാത്ത എന്നാൽ ഭയങ്കര ഫിക്ഷൻ നിറഞ്ഞതായിട്ടുള്ള എഴുത്തുകളാണ്. അതുപോലെ ഗ്രോട്ടസ്ക്യൂ എക്സസ് എന്നൊക്കെ പറഞ്ഞാൽ ഹാസ്യം, നർമ്മം നിറഞ്ഞത്, ഭയങ്കര ഹാസ്യാത്മകമായിട്ടുള്ളതും. അതുപോലെ തന്നെ കോണ്ടംപ്ലേറ്റീവ് ടോൺ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നത്, ചിന്ത ഉദ്ദീപികമായിട്ടുള്ള എഴുത്തുകളാണ് ഈ സെൻട്രൽ യൂറോപ്യൻ ലിറ്റററി ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഇപ്പം കഫ്കേൻ്റെ ഒക്കെ മെറ്റമോർഫോസിസ്, അതുപോലെ നോർവീജിയൻ വുഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുക്കുണ്ട്. അപ്പം മെറ്റമോർഫോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ കുറേ സ്ഥലത്ത് കേട്ടിട്ടുള്ള ഒരു ബുക്കാണ്. അതുപോലെ തന്നെ അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരാളാണ് തോമസ് ബേൺഹാർഡ്. അപ്പം ഈ സെൻട്രൽ യൂറോപ്യൻ ലിറ്റററി ട്രഡീഷൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരിൽ 2 പേരാണ് കഫ്കയും തോമസ് ബേൺഹാർഡും. അപ്പം അതിൻ്റെ ഫോളോവറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ലെസ്ലോ ക്രസ്നഹോർക്കെ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് നോക്കാം. ഹംഗേറിയൻ സാഹിത്യകാരനാണ്. കൂടാതെ ആധുനിക യൂറോപ്യൻ സാഹിത്യത്തിലെ പ്രധാന പേരുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ക്രാസ്നഹോർക്കെ തിരക്കഥാകൃത്ത് എന്ന രീതിയിലും ശ്രദ്ധേയനാണ്. അപ്പോൾ തിരക്കഥാകൃത്ത് എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനാണ്. പിന്നെ 2015 ലാസ്ലോ ക്രസ്നഹോർക്കയുടെ സാറ്റൻ ടാങ്കോ എന്ന നോവലിന് മാൻ ബുക്കർ സമ്മാനം ലഭിച്ചിരുന്നു. അപ്പോൾ 2015 അദ്ദേഹത്തിൻ്റെ സാറ്റൻ ടാങ്കോ എന്ന ബുക്കിന് മാൻ ബുക്കർ സമ്മാനവും, പിന്നെ 2018 ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ലാസ്ലോയുടെ ദ വേൾഡ് ഗോസ് ഓൺ എന്ന കൃതിയും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ 2018 ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ
ദ വേൾഡ് ഗോസ് ഓൺ എന്ന കൃതിയും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത്. ഇത്തവണത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് മരിയ കൊറീന മച്ചാഡോ എന്ന് പറഞ്ഞ ആക്ടിവിസ്റ്റിനാണ്. മരിയ കൊറീന മച്ചാഡോ. അവർക്ക് ഇത് അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫോർ ഹെർ ടയർലെസ് വർക്ക് പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ആൻഡ് ഹെർ സ്ട്രഗിൾ ടു അച്ചീവ് എ ജസ്റ്റ് ആൻഡ് പീസ്ഫുൾ ട്രാൻസിഷൻ ഫ്രം ഡിക്റ്റേറ്റർഷിപ്പ് ടു ഡെമോക്രസി ഇൻ വെനസ്വേല. വെനസ്വേലയിലെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പ്രവർത്തിക്കുകയും അതിനെതിരെ പോരാടുകയും ജനാധിപത്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സമാധാനപരവും നീതിയുക്തവുമായിട്ടുള്ള പോരാട്ടങ്ങൾ നയിക്കുകയും ചെയ്തതിന് വേണ്ടിയിട്ടാണ് അവർക്ക് മരിയ കൊറീന മച്ചാഡോയ്ക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് റെക്കഗ്നൈസസ് സിവിലിയൻ കറേജ് ആൻഡ് ലീഡർഷിപ്പ് ഇൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ്സ് അണ്ടർ അതോറിറ്റേറിയൻ റെജീംസ്, സിംബോളിക് ഓഫ് ബാലറ്റ്സ് ഓവർ ബുള്ളറ്റ്സ്. അപ്പോൾ ബാലറ്റ്സ് ഓവർ ബുള്ളറ്റ്സ് എന്നുള്ള ആ ഒരു സിംബോളിക് സ്ലോഗൻ, അതായത് ബുള്ളറ്റുകൾ, വെടിയുണ്ടകളല്ല, നേരെ മറിച്ച് വോട്ടെല്ലാം ചെയ്ത് ജയിപ്പിച്ച് അത്തരത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ, വോട്ട് ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങളാണ് വെടിയുണ്ടകൾക്ക് പകരം നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു സ്ലോഗൻ, സിംബോളിക് സ്ലോഗൻ ആണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് മലയാളം വിശദീകരണം നോക്കാം. വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റം കൈവരിക്കുന്നതിനുള്ള പോരാട്ടത്തിനും മരിയ കൊറീനോ മച്ചാഡോയ്ക്ക് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അടിച്ചമർത്തലുകൾ കാരണം ഒളിവിൽ കഴിഞ്ഞെങ്കിലും ലാറ്റിൻ അമേരിക്കയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു ദീപസ്തംഭമായി അവരുടെ ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സിൽ ഇത്തവണ 3 ലോറിയറ്റ്സ് ആണ്. ജോയൽ മോക്കിർ, ഫിലിപ്പെ അഗൈൻ, പീറ്റർ ഹോവിറ്റ്. അപ്പോൾ അതിൽ മോക്കിറിന് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഫോർ ഹാവിംഗ് ഐഡന്റിഫൈഡ് ദ പ്രീ റിക്വസൈറ്റ്സ് ഫോർ സസ്റ്റെയിൻഡ് ഗ്രോത്ത് ത്രൂ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അതായത് സാങ്കേതിക പുരോഗതിയിലൂടെ ഉള്ള സുസ്ഥിരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി കണ്ടെത്തിയ മുൻവ്യവസ്ഥകൾ. ആ പ്രീ റിക്വസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മുൻവ്യവസ്ഥകൾ. അപ്പം സാങ്കേതിക പുരോഗതിയിലൂടെയുള്ള സുസ്ഥിരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി കണ്ടെത്തിയ മുൻവ്യവസ്ഥകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അഗൈൻ ആൻഡ് ഹോവിറ്റിന് ഫോർ ദ തിയറി ഓഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. അതായത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെ സുസ്ഥിരമായിട്ടുള്ള വളർച്ച ഉണ്ടാവുന്നു എന്നുള്ള തിയറിക്ക്, അല്ലെങ്കിൽ അതെങ്ങനെ എന്നുള്ള തിയറിക്കാണ് അഗൈൻ ആൻഡ് ഹോവിറ്റിന് ഇക്കണോമിക്സിന്റെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഈ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടേം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അത് ആദ്യമായിട്ട് പോപ്പുലറൈസ് ചെയ്തത് ജോസഫ് സ്കംപീറ്റർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റിന്റെ ബുക്കിലാണ്. ജോസഫ് സ്കംപീറ്റർ, അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു വർക്കിലാണ് ഈ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനെ പറ്റി പ്രതിപാദിക്കുന്നത്. ആ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടേം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലോകം പുരോഗതിയിലേക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ഡിസ്ട്രോയ് ആയിട്ട് പുതിയതായിട്ടുള്ള നൂതനമായിട്ടുള്ള ടെക്നോളജീസ് വരും. അത് ഒരു സൊസൈറ്റീൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതായത് പഴയ സാധനങ്ങൾ, പഴയ ടെക്നോളജികൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് പുതിയ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. മേ ബി അത് മോഡിഫൈഡ് ചെയ്യുകയാണെങ്കിൽ കൂടിയും പുതിയ കണ്ടുപിടുത്തങ്ങൾ, ക്രിയേറ്റീവായിട്ട് പുതിയ സാധനങ്ങൾ വരുമ്പം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ഡിസ്ട്രോയിഡ് ആയിട്ട് പോകും. അതിനാണ് ഇവിടെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പം മൊബൈൽ ഫോൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ലാൻഡ് ലൈൻ ആയിരുന്നു, പിന്നെ കീപാഡ് വന്നു, പിന്നെ അത് കഴിഞ്ഞ് ടച്ച് ഫോൺ വന്നു. അപ്പം ടച്ച് ഫോൺ വന്ന് ഇപ്പം എല്ലാവരും ടച്ച് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കീപാഡ് ഉണ്ടാക്കുന്നത് ആ സംഭവം ഡിസ്ട്രോയ് ആയിപ്പോയല്ലോ. അതുപോലെ തന്നെയാണ് ഏതൊരു സാധനം എടുത്ത് നോക്കിയാലും പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ട്. അതാണ് ഈ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നുള്ള ടേം വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ. Their work explains how innovation drives long-term economic growth and warns that growth can't be taken for granted, emphasizes threats to stagnation and necessity of sustained technological change. അപ്പം ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഇങ്ങനത്തെ ഇന്നോവേഷൻസ് അതെങ്ങനെയാണ് ലോങ് ടേം ഗ്രോത്തിന് വഴിവെക്കുന്നത്. അതുപോലെ തന്നെ ഈ എക്കണോമിക് ഗ്രോത്ത് ഒന്നും നമുക്ക് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള സുസ്ഥിരമായിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ച് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമീനെ ഒരു സ്റ്റാഗ്നേഷനിൽ കൊണ്ടെത്തിക്കും. സോ എക്കണോമി വളരുന്നതിനനുസരിച്ച്, സൊസൈറ്റിയിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സസ്റ്റെയിൻഡ് ടെക്നോളജിക്കൽ ചേഞ്ച് നമുക്ക് നെസസറി ആണ്. ആൻഡ് അതിനെ നമുക്ക് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
അപ്പം നമുക്കിതിൻ്റെ മലയാളം ഡിസ്ക്രിപ്ഷൻ നോക്കാം. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗ്യോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് ലഭിച്ചത്. നൂതന ആശയങ്ങളിലൂടെ സാമ്പത്തിക വളർച്ച എങ്ങനെ കൈവരിക്കാം എന്നതിനെക്കുറിച്ചുള്ള അവരുടെ ഗവേഷണത്തിനാണ് ഈ അംഗീകാരം. ജോയൽ മോക്കിർ അമേരിക്കയിലെ നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിലെ പ്രൊഫസറാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെ എങ്ങനെ സുസ്ഥിര സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു. പുതിയ കണ്ടുപിടുത്തങ്ങൾ തുടർച്ചയായി ഉണ്ടാകാൻ സൈദ്ധാന്തികവും പ്രായോഗികവുമായ അറിവുകൾ ആവശ്യമാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഫിലിപ്പ് ആഗ്യോണും പീറ്റർ ഹോവിറ്റും നവീകരണവും പുരോഗതിയും പഴയ സാങ്കേതിക വിദ്യകളെയും സ്ഥാപനങ്ങളെയും എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്ന് വിശദീകരിക്കുന്ന സൃഷ്ടിപരമായ നാശം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന സിദ്ധാന്തം ഇവർ വികസിപ്പിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സിദ്ധാന്തം ഇവർ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തത്. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന സിദ്ധാന്തം ഇവരല്ല ഫൗണ്ട് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ആണ്. പക്ഷെ ഇവരത് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തത്. ഇവർ വികസിപ്പിച്ച ഗണിതശാസ്ത്ര മാതൃക ഗവേഷണ വികസന മേഖലയിലെ നിക്ഷേപങ്ങൾ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കാണിക്കുന്നു. നമുക്ക് 2024 നോബൽ പ്രൈസ് ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നുള്ളത് ജസ്റ്റ് ഒരു കഴിഞ്ഞ വർഷത്തിലേക്ക് ത്രോ ബാക്ക് നമുക്ക് നോക്കാം. അപ്പം അതിൽ ആദ്യത്തേത് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് ആണ്. ഫിസിക്സിന് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണിനുമാണ് കിട്ടിയത്. ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണിനുമാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. അതായത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ട് മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടെത്തലുകൾക്ക്. അത് ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണിനും. രണ്ടാമതായിട്ട് രസതന്ത്രം, കെമിസ്ട്രി. അതിൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്തതിന് ഡേവിഡ് ബേക്കറിനും അതുപോലെ തന്നെ പ്രോട്ടീൻ ഘടന പ്രവചനത്തിന്, പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്തതിന് ഡെമിസ് ഹസാബിസിനും ജോൺ ജമ്പറിനും ലഭിച്ചു. അപ്പോൾ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് ഡേവിഡ് ബേക്കറിനും പ്രോട്ടീൻ ഘടന പ്രവചനത്തിന് ഡെമിസ് ഹസാബിസിനും ജോൺ ജമ്പറിനും ലഭിച്ചു. ഇനി മെഡിസിൻ, വൈദ്യശാസ്ത്രം. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനിൽ അതിൻ്റെ പങ്കിനും വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കണിനും. അപ്പം മെഡിസിന് കിട്ടിയത് വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കണിനുമാണ്. അടുത്തതായിട്ട് സാഹിത്യമാണ്. അതിൽ ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന തീവ്രമായ കാവ്യാത്മക ഗദ്യത്തിന് സൗത്ത് കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ്ങിനാണ് ലഭിച്ചത്. അവരുടെ ബുക്കിന്റെ പേരാണ് ദ വെജിറ്റേറിയൻ. അത് 2016 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കൃതിയാണ് ദ വെജിറ്റേറിയൻ. അപ്പം സാഹിത്യത്തിൽ ഹാൻ കാങ്ങിനാണ് ലഭിച്ചത്. ഇനി സമാധാനം. ആണവായുധരഹിത ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് സാക്ഷികളുടെ സാക്ഷ്യത്തിലൂടെ തെളിയിച്ചതിനും അണുബോംബ് അതിജീവിച്ചവരുടെ കൂട്ടായ്മയായ നിഹോൺ ഹിൻഡാൻക്യോയ്ക്കാണ് ലഭിച്ചത്. അപ്പം സമാധാന നോബൽ കിട്ടിയത് നിഹാൻ ഹിൻഡാൻക്യോ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയ്ക്കാണ്. അത് 1956 സ്ഥാപിതമായ സംഘടനയാണ് നിഹോൺ ഹിൻഡാൻക്യോ എന്ന് പറയുന്ന സംഘടന. ഇനി സാമ്പത്തിക ശാസ്ത്രം. കഴിഞ്ഞ തവണ സാമ്പത്തിക ശാസ്ത്ര നോബൽ കിട്ടിയത് ഡാരൻ അസെമുഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. ഡാരൻ അസെമുഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്ക്. ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിയിൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവരുടെ ഗവേഷണത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഡാരൻ അസെമുഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. അപ്പം ഇത്രയും പേർക്കാണ് 2024 നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്തതായിട്ട് നമുക്കിനി ഹിസ്റ്ററി ഓഫ് നോബൽ പ്രൈസ് നോക്കാം. നോബൽ പ്രൈസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും പിന്നെ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാപകൻ ആൽഫ്രഡ് നോബൽ. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് നോബൽ പ്രൈസിൻ്റെ ആ ഒരു ടൈറ്റിലും വന്നത്. ഡൈനാമൈറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞനും വ്യവസായിയുമായിരുന്നു ആൽഫ്രഡ് നോബൽ. അപ്പോൾ ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനും വ്യവസായിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1833 മുതൽ 1896 വരെയാണ്. 1895 നവംബർ 7 നോബൽ തന്റെ അവസാന വിൽപത്രത്തിൽ ഒപ്പുവെച്ചു. അപ്പം ഈ വിൽപത്രത്തിനെ പിൻപറ്റിയിട്ടാണ് നോബൽ സമ്മാനം പിന്നീട് കൊടുത്തു തുടങ്ങുന്നത്. തന്റെ സ്വത്തിന്റെ ഭൂരിഭാഗവും ഒരു ഫണ്ടായി മാറ്റിവെച്ച് മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയവർക്ക് എല്ലാ വർഷവും സമ്മാനം നൽകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിൽപത്രം നടപ്പാക്കുന്നതിനായി 1900 നോബൽ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. 1901 ആദ്യമായി നോബൽ സമ്മാനങ്ങൾ നൽകി തുടങ്ങി. അപ്പം
ആൽഫ്രഡ് നോബലിന്റെ 1895 വിൽപത്രത്തിനെ പിൻപറ്റി നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം 1900 നോബൽ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. 1901 ആദ്യമായിട്ട് നോബൽ സമ്മാനങ്ങൾ നൽകി തുടങ്ങി. നൊബേലിന്റെ വിൽപത്രം അനുസരിച്ച് 5 മേഖലകളിലാണ് തുടക്കത്തിൽ സമ്മാനം ഏർപ്പെടുത്തിയത്: ഭൗതികശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം. അപ്പോൾ ആദ്യം ഈ 5 മേഖലകളിലാണ് നൊബേൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. പിന്നീട് 1968 സ്വീഡന്റെ കേന്ദ്ര ബാങ്ക് സ്വെറിഗസ് റിക്സ് ബാങ്ക്, സ്വീഡന്റെ കേന്ദ്ര ബാങ്കിനെ പറയുന്ന പേരാണ് സ്വെറിഗസ് റിക്സ് ബാങ്ക്. അപ്പോൾ ആ കേന്ദ്ര ബാങ്ക് ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്കായി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സമ്മാനം ഏർപ്പെടുത്തി. ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്ര നോബൽ 1969 നൽകി. അപ്പോൾ സ്വീഡന്റെ കേന്ദ്ര ബാങ്കായ സ്വെറിഗസ് റിക്സ് ബാങ്ക് ആണ് 1968 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത്. ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ കൊടുത്തത് 1969 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നോർവേയിലെ ഓസ്ലോയിൽ വെച്ചാണ് നൽകുന്നത്. മറ്റെല്ലാ സമ്മാനങ്ങളും സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നൽകുന്നു. നോബലിന്റെ ചരമദിനമായ ഡിസംബർ 10 സമ്മാനദാന ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ഈ സമ്മാനദാന ചടങ്ങ് എല്ലാ വർഷവും ഡിസംബർ 10 നടക്കുന്നത്. അതിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നോർവേയിലെ ഓസ്ലോയിൽ വെച്ചും മറ്റെല്ലാ സമ്മാനങ്ങളും സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചുമാണ് നൽകുന്നത്. അപ്പോൾ ഇത്രയാണ് നോബൽ സമ്മാനത്തിനെ പറ്റിയിട്ടുള്ള ബേസിക് ഫാക്ട്സ്. ഈ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യുക. So thank you so much for watching the video and happy learning with Habitus.